കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. പുലിഭീതി ഒഴിയാതെ കുഴിയംകുത്ത് ഗ്രാമം. പാണ്ടിക്കാട്, തുവ്വൂർ, കാളികാവ് പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. സംഭവത്തെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ചെമ്പ്രശ്ശേരിയിൽ നിന്ന് ഒഴിയുന്ന ഭീതി ഇപ്പോൾ വലിയട്ട, കുഴിയംകുത്ത്, കാപ്പരക്കുന്ന്, അരിക്കുഴി നിവാസികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. 4 ദിവസമായി ഈ മേഖലകളിലാണ് പുലിയുടെ സാന്നിധ്യമുള്ളത്. ആദ്യം റെയിൽവേ ട്രാക്കിനരികിലും പിന്നീട് കുഴിയംകുത്തും അതിനു പിറകെ അരിക്കുഴിയിലും പുലിയെ കണ്ടു. കുഴിയംകുത്തിൽ 1-ൽ കൂടുതൽ പേർ പുലിയെ കണ്ടതായി പറയുന്ന ഭാഗത്ത് വനം വകുപ്പ് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. ശനിയാഴ്ച വൈകിട്ട് 7-നാണ് ക്യാമറ സ്ഥാപിച്ചത്. ഇതിന് തൊട്ടടുത്തു നിന്നായി രാത്രി 9ഓടെ ഓട്ടോറിക്ഷ ഡ്രൈവർ മണികണ്ഠനും പുലിയെ കണ്ടു. ഞായറാഴ്ച രാവിലെ പരപ്പമ്പാടം റെയിൽവേ കട്ടിങ്ങിന് സമീപം പുലിയെ കണ്ടതായി പ്രദേശത്തെ കുട്ടികളും പറഞ്ഞു. ഒച്ച കിട്ടു. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ വാല കണ്ടു, ഒച്ച ഉണ്ടാക്കി. സമീപത്തെ തോട്ടിൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ വലിയ രീതിയിൽ കാടുമൂടിക്കിടക്കുന്നത് വന്യമൃഗങ്ങൾ തമ്പടിക്കാൻ കാരണമാകുമെന്നും ഇത് വെട്ടിമാറ്റാൻ അധികൃതർ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പിന്നെ ഞങ്ങളെ പരിസര പ്രദേശത്ത് ആന പോന്ന നിന്നാൽ പോലും കാണാത്ത റെയിൽവേൻ്റെ കാടുകളാണ്. ഈ കാടുകളിലൂടെയാണ് ഇത്തരം വന്യമൃഗങ്ങൾ നമ്മളെ പ്രദേശങ്ങൾക്ക് എത്തുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മൾ വീട്ടിലൊരു കാടുണ്ടെങ്കിൽ അയൽവാസിൻ്റെ കാട് നമുക്ക് ശല്യമാണെങ്കിൽ അത് വെട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ അത് പഞ്ചായത്ത് നടപടി സ്വീകരിക്കും. റെയിൽവേൻ്റെ കാടുകൾ ഏത് രൂപത്തിലാണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികൾ, രാഷ്ട്രീയക്കാരായാലും മെമ്പർമാരായാലും മറ്റ് MLA-മാരൊക്കെ ഇടപെട്ടുകൊണ്ട് ആ റെയിൽവേൻ്റെ അടിക്കാടുകൾ വെട്ടി തെളിച്ച് യാതൊരു പ്രയാസം കൂടാതെ ആക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.